എല്ലാവർക്കും നമസ്കാരം. UK എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോസസ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. മീനിങ്, ഫീച്ചേഴ്സ്, ഡെഫിനേഷൻ, പിന്നീട് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അപ്ലിക്കേഷൻസ്, എക്സാമ്പിൾസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്ന പ്രോസസ് കോസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോസസ് അക്കൗണ്ടാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ കുറേ കേസ് അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രോസസ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള സിറ്റുവേഷൻസ് എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ പ്രോസസ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രോസസ് അക്കൗണ്ടാണ്. സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് അല്ലെങ്കിൽ അതിനകത്ത് എന്തില്ല, വിത്തൗട്ട് പ്രോസസ് ലോസ് ഇല്ലാത്ത പ്രോസസ് അക്കൗണ്ട്, സിമ്പിൾ പ്രോസസ് അക്കൗണ്ട്. ഇതാണ് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വിത്ത് നോർമൽ പ്രോസസ് ലോസ് വരുന്ന കേസിലുള്ള പ്രോസസ് അക്കൗണ്ടിങ്ങിൻ്റെ അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ അബ്നോർമൽ പ്രോസസ് ലോസിൽ വരുന്ന സാഹചര്യമാണ്. നാലാമത്തെ വിത്ത് പ്രോസസ് ഗെയിൻ വരുന്ന സാഹചര്യമാണ്. ഇതൊക്കെ ഓരോ സിറ്റുവേഷൻസാണ്. ഈ ഓരോ സിറ്റുവേഷനകത്തും ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലം ഒക്കെ ഉണ്ട്. ഓരോന്നും ഓരോ കേസാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് പ്രോസസ് അക്കൗണ്ടിങ് എന്നുള്ളത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് ഓരോ സാഹചര്യമാണ് എന്ന് പറഞ്ഞാൽ. ഇനി വിത്ത് വർക്കിംഗ് പ്രോഗ്രസ് കാൽക്കുലേഷൻസ് ആണ്. പ്രോസസ് അക്കൗണ്ടിൽ തന്നെ വർക്കിംഗ് പ്രോഗ്രസ് കൂടി വരുന്ന സാഹചര്യം. ആറാമത്തെ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് വരുന്നത്. ദെൻ ഏഴാമത്തെ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് കോസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രോസസ് അക്കൗണ്ടിനകത്ത് മൊത്തത്തിൽ ഉള്ളത്. അപ്പോൾ അതിൽ ഈ ഒന്നാമത്തെ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഭാഗമില്ല, അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അതിൽ സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡെബിറ്റ് ഭാഗത്ത് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്, ഓവർ ഹെഡ് ഇതൊക്കെ ഡെബിറ്റ് ഭാഗത്ത് വരും. പിന്നീട് അതിൻ്റെ ബാലൻസ് എന്നുള്ളത് അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഈ ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ ഈ പ്രോസസ് അക്കൗണ്ട് ഈ ഫോർമാറ്റ് ജസ്റ്റ് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഡയറക്റ്റ് ലേബർ, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ്, ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അതർ എക്സ്പെൻസ്, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഓവർ ഹെഡ്സ് എന്ന് പറയാം. ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഇനി ഇതിനകത്തുള്ള ഈ ഒരു ബാലൻസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ട്രാൻസ്ഫർ ഓഫ് ഔട്ട്പുട്ട് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ദ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ഈസ് ദ റോ മെറ്റീരിയൽ ഓഫ് സബ്സിക്വൻറ്റ് പ്രോസസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് അടുത്ത പ്രോസസ്സിൻ്റെ എന്താണ്, റോ മെറ്റീരിയലാണ്. ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ ഈ പ്രോസസ് അക്കൗണ്ടിനകത്ത് ഒരു പ്രോസസ് അക്കൗണ്ട് നമ്മൾ വരച്ചിട്ട് ആ പ്രോസസ് അക്കൗണ്ടിൻ്റെ എന്ത് ചെയ്യും, കോസ്റ്റ് പെർ യൂണിറ്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്യും. ആ ഒരു പ്രോസസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നോക്കും. അതിനെ ഈ യൂണിറ്റ് കൊണ്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കിട്ടുന്നതായിരിക്കും എന്ത്, കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. അതായത് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത്. കോസ്റ്റ് പെർ യൂണിറ്റ് ഒന്നുകിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. മൊത്തത്തിൽ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് എത്രയാണുള്ളത്, ഡിവൈഡ് ബൈ എത്രയാണ് നമ്പർ ഓഫ് യൂണിറ്റ്സ് എത്രയാണുള്ളത്, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്ന കോസ്റ്റ് പെർ യൂണിറ്റ്. ഇങ്ങനെ ഓരോ പ്രോസസ്സിനും ഒരു 5 പ്രോസസ്സിലൂടെ കടന്നു പോകില്ല, 5 പ്രോസസ്സിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അതൊന്ന് ശ്രദ്ധിക്കും. പിന്നെ ഈ അക്കൗണ്ടിൽ നിങ്ങൾ വരക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ യൂണിറ്റ് കോളമുണ്ട്, പിന്നെ എന്താണ് റുപ്പീസ് കോളം കൂടിയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം. രണ്ട് ഭാഗത്തും എന്തുണ്ട്, യൂണിറ്റ് കോളമുണ്ട്, അതുപോലെ തന്നെ റുപ്പീസിന് സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കോളം കൂടിയുണ്ട്. അപ്പം ഇതാണ് പ്രോസസ് അക്കൗണ്ടിങ്ങിൻ്റെ സിമ്പിളായിട്ടുള്ളതാണ്, വേറെ വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമില്ല. ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സിൻ്റെ കോസ്റ്റ് നമ്മൾ ഇവിടെ ഫസ്റ്റ് പ്രോസസ്സിനകത്ത് ഉള്ള കോസ്റ്റിൻ്റെ എമൗണ്ട് യൂണിറ്റിനകത്തുള്ളത്, അതുപോലെ തന്നെ എന്താണ് ഈ ഔട്ട്പുട്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത പ്രോസസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഔട്ട്പുട്ട് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്നുള്ള വരക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഇവിടെ ലോസ് ഇല്ല, നോർമൽ ലോസ് ഇല്ല, അബ്നോർമൽ ലോസ് ഇല്ല, ഗെയിൻ ഇല്ല, അങ്ങനെയുള്ള ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഭാഗമാണ് ഇതെന്ന്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം, കാരണം എല്ലാം കൂടി ഒന്നിച്ച് പറയുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക്. പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാം, ഈ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം എന്നുള്ളത്. ഈ ചാനലിലൂടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് ക്ലാസ് ഷെയർ ചെയ്യണത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരമാവുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മാക്സിമം കൊമേഴ്സ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യും, അതോടൊപ്പം തന്നെ മാക്സിമം ഷെയർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.